സംസ്ഥാനത്തെ ആശാവർക്കർമാർ ദുരിതത്തിൽ. ഓണറേറിയവും ഇൻസെന്റീവും ആശാവർക്കർമാരുടെ കൈകളിൽ ലഭിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. കുടിശ്ശിക നൽകാൻ ധനവകുപ്പ് പണം അനുവദിച്ചെങ്കിലും സർക്കാർ ഉത്തരവിൽ മാത്രമായി പ്രഖ്യാപനം ഒതുങ്ങിയെന്നാണ് ആശാവർക്കർമാരുടെ ആരോപണം. കുടിശ്ശിക തുക ഉടൻ നൽകണമെന്ന ആവശ്യവുമായി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരമുഖം തുറന്നിരിക്കുകയാണ് ആശാവർക്കർമാർ. നിരവധി നിവേദനങ്ങൾ പിന്നാലെ ദേശീയ ആരോഗ്യ മിഷൻ ഓഫീസിന് മുന്നിൽ സമരം. ഇതൊന്നും പിന്നീട് ഒരു ഘട്ടത്തിലും ഫലം കണ്ടതുമില്ല. ഇതോടെയാണ് സംസ്ഥാനത്തെ 26,000-ഓളം വരുന്ന ആശാവർക്കർമാർ സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരമുഖം തുറന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ എത്തിയത്. ആശാവർക്കർമാർക്ക് ഓണറേറിയവും ഇൻസെന്റും ലഭിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നിലവിൽ കുടിശ്ശിക നൽകാൻ ധനവകുപ്പ് പണം അനുവദിച്ചെങ്കിലും അത് ഉത്തരവിൽ മാത്രമായി ഒതുങ്ങിയെന്നാണ് ആശാവർക്കർമാരുടെ ആരോപണം. ഒക്ടോബർ മുതൽ വരെയുള്ള മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവുമാണ് 26,000-ലധികം വരുന്ന കേരളത്തിലെ ആശാവർക്കർമാർക്ക് കുടിശ്ശികയായി സർക്കാർ നൽകാനുള്ളത്. ഈ തുക ഉടൻ നൽകണമെന്നും എല്ലാ മാസവും 5-ന് തന്നെ ശമ്പളം നൽകണമെന്നുമാണ് ആശാവർക്കർമാരുടെ ആവശ്യം. നിലവിൽ ഇൻസെന്റീവായി ലഭിക്കുന്ന 6,000 രൂപ വർദ്ധിപ്പിച്ച് 7,000-ആയി ഉയർത്തുമെന്ന് പറഞ്ഞെങ്കിലും അതിലും തീരുമാനമുണ്ടായില്ല. ആശാവർക്കർമാരുടെ 2 മാസത്തെ കുടിശ്ശിക അടക്കമുള്ള മുടങ്ങിക്കിടക്കുന്ന ശമ്പളം നൽകാൻ സംസ്ഥാന ധനവകുപ്പ് 26.11 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതും ഇവരുടെ കൈകളിൽ എത്തിയിട്ടില്ല. ആവശ്യങ്ങൾ പരിഗണിക്കാതെയായതോടെയാണ് ആശാവർക്കർമാർ തുടർ സമരത്തിലേക്ക് നീങ്ങിയത്. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാത്ത പക്ഷം ഇനിയും സമരം ഘടിപ്പിക്കുമെന്നാണ് ആശാവർക്കർമാർ നൽകുന്ന മുന്നറിയിപ്പ്. കെ പി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.